ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മുടെ അച്ചുവും അതുപോലെ ഹരിയും കൂടെ അവിടേക്ക് വന്നു, കടയിൽ വന്നു. അപ്പോൾ ഋതു ആണെങ്കിൽ പിന്നാലെ നടക്കുക. തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒരു വാക്ക് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ വേണ്ടാന്ന് ഞാൻ പറഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അച്ചു ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എടി, 100 കണക്കിന് ആൾക്കാരാ നൈറ്റി അടിച്ചു വിൽക്കുന്നത്. അതിനിടയിൽ നീ നൈറ്റി ഇറക്കിയാൽ എങ്ങനെ ചിലവാകാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, ചിലപ്പോൾ വിജയിച്ചാലോ എന്ന് നമ്മുടെ അച്ചു. അങ്ങനെ ഹരിയും അതുപോലെ അച്ചുവും കൂടി ഇതെല്ലാം നോക്കുക കേട്ടോ. ഇതിനു വേണ്ടി മുടക്കുന്ന കാശ് കൂടി അങ്ങ് പോകും, അല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ഋതുക വലിയ ഡയലോഗ് ഇറക്കുമ്പോൾ നിനക്കൊരു വിചാരമുണ്ട്. നീ പറയുന്നതും ചിന്തിക്കുന്നതും മാത്രമാണ് ശരി എന്നുള്ളത്. അതങ്ങനെ അല്ല എന്ന് നിനക്ക് അധികം വൈകാതെ മനസ്സിലായിക്കോളൂ എന്ന് അച്ചു ഋതികയോട് പറയുക. ഋതികയ്ക്ക് എന്നൊരു പുച്ഛം. മാധവമേനോന്റെ ചോര നിന്റെ ഉള്ളിൽ മാത്രമല്ല എൻ്റെ ഉള്ളിലും ഉണ്ട്, അത് ഞാൻ തെളിയിച്ച് തരാമെന്ന് അച്ചു പറയുമ്പോൾ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. എല്ലാം പൊട്ടി തകർന്ന് നെഞ്ചത്തടിച്ച് കരയുന്ന നിന്റെ മുഖം മുന്നിൽ ഞാൻ കാണുന്നുണ്ട് മനസ്സിൽ. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് ഋതിക പറയുമ്പോൾ ശരി, അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് നമ്മുടെ അച്ചു അവളെ വെല്ലുവിളിച്ചു. എന്നിട്ട് ഋതിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഋതിക അങ്ങ് പോയി കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയോ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ ഓരോന്നെടുക്കാനായിട്ട് അങ്ങ് പോയി. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ കുറുപ്പമ്മാവൻ വരുന്നത്. നല്ല കാര്യമാണ് മക്കളെ, ഏതൊരു കാര്യത്തിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താനും പിന്നോട്ട് വലിക്കാനും ഒത്തിരി പേര് കാണും, അതിലൊന്നും വീണേക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആര് വീഴാനാ? അവൾ എങ്ങനെയൊക്കെ തലകുത്തി നിന്ന് ശ്രമിച്ചാലും എടുത്ത തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് അച്ചു അന്നേരം പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഇത് കുറച്ച് ഷോപ്പ് ഓണർമാരുടെ ലിസ്റ്റാണ്, ഇത് കയ്യിൽ വെച്ചോളാൻ പറഞ്ഞ് എല്ലാവരെയും ഞാൻ വിളിച്ച് പറഞ്ഞോളാമെന്നും പറഞ്ഞു നമ്മുടെ കുറുപ്പമ്മാവൻ. അപ്പോൾ നിങ്ങൾ ചെന്നാൽ മതി, അവർ സാധനങ്ങൾ വാങ്ങിച്ചോളൂ എന്നും പറഞ്ഞു. അപ്പോൾ വലിയ ഉപകാരം കുറുപ്പമ്മാവ എന്ന് പറയുമ്പോൾ മോളെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. എല്ലാ ബിസിനസ്സുകാരും ആദ്യം തുടങ്ങുന്നത് ഒരു ചെറിയ ഒരു ഇതിൽ നിന്ന് തന്നെയാണ്. നന്നായി വരും, എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്ന് കുറുപ്പമ്മാവൻ പറഞ്ഞു. കുറുപ്പമ്മാവൻ അങ്ങ് പോയി. അങ്ങനെ കുറുപ്പമ്മാവൻ പാവമല്ലേ എന്ന് ഹരി അന്നേരം അച്ചുവിനോട് ചോദിച്ചു. നല്ലൊരു മനസ്സാണ് കുറുപ്പമ്മാവൻ്റേത്, നമ്മൾ നന്നായി കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ് കുറുപ്പമ്മാവൻ. ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റും ഹരി, എനിക്ക് ഉറപ്പുണ്ടെന്ന് നമ്മുടെ അച്ചു ഇങ്ങനെ ഹരിയോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി തുണി എടുക്കുന്ന കാര്യങ്ങൾ അതെല്ലാം നടത്തുക. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീൽ ഇന്ദ്രപ്രസ്ഥത്തിലെത്തുവാണ്. അവിടെ വന്നിട്ട് കേസിനെ പറ്റി സംസാരിക്കാനാണ് വന്നത്. പുനർവിചാരണ അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നിരുന്ന് പറയും. അപ്പോൾ എന്ത് പറ്റി വക്കീലെന്ന് ചോദിച്ചു. ഹൈക്കോടതിയിൽ പല്ലവി ഒരു അപ്പീൽ കൊടുത്തിരുന്നല്ലോ, ആ കേസിൽ വിധി വന്നു. അത് കീഴ്ക്കോടതിയിൽ വീണ്ടും പുനർവിചാരണ നടത്തണം, അതാണ് ഹൈക്കോടതി പറയുന്നത് എന്ന കാര്യം വക്കീൽ വന്ന് പറഞ്ഞപ്പം എന്നും പറഞ്ഞ് നിൽക്കുക അമ്മയും മോനും കൂടി. അപ്പോൾ നമ്മുടെ ആശാൻ ഇന്ദ്രന് പണി കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ കേസ് 1 തുടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു തവണ വിചാരണയൊക്കെ നടത്തിയതല്ലേ എന്ന് ചോദിച്ചു. അത് പറഞ്ഞതാണല്ലോ, ഒരു രാത്രി പോലും കൂടെ കഴിയാത്ത പ്രതിക്ക് ഡിവോഴ്സ് എന്ന ആവശ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികമായ അവകാശം പോലും ഇല്ല എന്ന് എത്രയോ തവണ ഞാൻ വാദിച്ചതാ, കേൾക്കണ്ടേ എന്ന് വക്കീൽ തന്നെ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അമ്മയും മോനും കൂടി. കോടതി പ്രതിക്കൊപ്പം നിന്ന് പല്ലവിക്കൊപ്പം നിന്നു എന്നർത്ഥം, മനസ്സിലായോ എന്ന് ചോദിച്ചു. സ്ത്രീ അതൊക്കെയാണ് മാനദണ്ഡം. പിന്നെ ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ വിധിക്കൂ എന്ന് നമ്മുടെ വക്കീൽ പറയുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ വക്കീലെ ചെയ്യേണ്ടത്, പ്രശ്നമാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പ്രശ്നം? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം, ഉള്ളതല്ല. ഞാൻ തന്നെയല്ലേ അപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, പിന്നെ എന്താ കുഴപ്പം എന്ന് പറഞ്ഞത് തന്നെ ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നതിൻ്റെ ഒരു രസക്കേടുണ്ട്, അത്രയേ ഉള്ളൂ, അതിലൊരു ത്രില്ലില്ലെന്നേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വക്കീൽ. എന്നാലും ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ചെയ്തിരിക്കും എന്നും പറഞ്ഞ് വക്കീലിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നെഗറ്റീവ് വാർത്തകളാണല്ലോ വക്കീലേ എന്ന് ഇന്ദ്രൻ മൊത്തത്തിൽ കേൾക്കേണ്ടി വരുന്നത്. നിങ്ങളല്ലേ അന്ന് വരുന്നത് ഹൈക്കോടതി അവരുടെ പരാതി തള്ളിക്കളയുമെന്ന്. അത് പിന്നെ മനോരോഗം, അതാണ് പുതുതായിട്ട് അവർ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല കാര്യം പറയുമ്പോഴത്തേക്ക് അമ്മയും മോനും ഒന്ന് ഞെട്ടി. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഡിവോഴ്സിന് വളരെ സ്ട്രോങ് ഗ്രൗണ്ടാണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായിരിക്കും ഒരു പക്ഷെ കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണമെന്ന് പറയുമ്പം എൻ്റെ മോൻ ഒരു കുഴപ്പവും ഇല്ല, അവൻ മനോരോഗിയൊന്നും അല്ല എന്ന് പറയുമ്പം അത് ഞാൻ കോടതിയെ കൊണ്ട് വിശ്വസിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് ഈ ഞാൻ നിയമം പറഞ്ഞ് പഠിച്ചും വക്കീലായതെന്ന് ഈ വക്കീൽ പറയണം.
നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, കേസ് എനിക്ക് വിട്ടേക്കാൻ പറഞ്ഞു. എങ്ങനെയാണോ ആദ്യ തവണ പൊളിച്ചടുക്കിയത് അതിലും ഭംഗിയായിട്ട് ഇത്തവണ ഞാൻ തന്നെ അത് ചെയ്തോളാം എന്ന് വക്കീൽ ഇവർക്ക് ഉറപ്പ് കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് മോനൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പേടിയുണ്ടോ ഇന്ദ്രന് എന്ന് ചോദിക്കുമ്പോൾ പേടിയല്ല, പക്ഷേ ഒരു തരം ആശങ്ക അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്കുണ്ട് വക്കീലെ അതേ ആശങ്ക. ദേ കേസെങ്ങാനും നമ്മൾ തോക്കരുതേ, തോറ്റാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ഈ ഒരു കേസ് തോക്കില്ലെന്ന് ഞാനല്ലേ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ ഇങ്ങനെ ഇവരോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വക്കീൽ ഒരു ചിരി, അപ്പോൾ ഇങ്ങനെ വികൃതമായ രീതിയിൽ നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ വക്കീലിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. വക്കീലൊന്ന് പേടിച്ചു, ആ ചിരി അങ്ങ് വക്കീൽ നിർത്തി. അപ്പോൾ ഒന്നുകൂടെ ചിരിച്ചേ എന്ന് പറഞ്ഞു കേട്ടോ. വക്കീൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കാം. ഈ കേസിനെങ്ങാനും തോറ്റ ഇതിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്നും തോൽക്കാൻ എനിക്ക് മനസ്സില്ലെന്നും പറഞ്ഞു. എന്തോന്നാ മനസ്സില്ല? അതാണ് മനസ്സില്ല, അത്രേ ഉള്ളൂ, മനസ്സെനിക്ക് തീരെ ഇല്ല എന്ന് പറഞ്ഞു വക്കീലൊരു നേരെ ഇന്ദ്രൻ ചെന്ന് വക്കീൽ പേടിച്ചു. എന്നിട്ട് വക്കീലിനെ ഇങ്ങനെ പിടിച്ചങ്ങ് നിർത്തുക. വക്കീൽ വേണ്ടുന്ന തയ്യാറെടുപ്പുകളും നടത്തിക്കോളാൻ പറഞ്ഞു. ഇത്തവണ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യേണ്ടി വരുമെന്നും നമ്മൾ അവിടെ പതറരുത് എന്നൊക്കെ നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ പതറില്ല, ഞാൻ ഗ്യാരണ്ടി എന്നും പറഞ്ഞു വക്കീൽ. അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് വക്കീൽ അവിടെ നിന്ന് പോയി. വക്കീൽ പോയി കഴിഞ്ഞപ്പം എടാ നമുക്ക് എന്തെങ്കിലും പ്രശ്നമാവൂടാ, എനിക്കെന്തൊരു പേടി, നമ്മൾ കേസ് തോക്കൂടാ മോനെ എന്നൊക്കെ ചോദിക്കുമ്പം ഒരിക്കലും ഇല്ലമ്മേ, നമ്മൾ തോക്കില്ല, അമ്മ സമാധാനമായിട്ടിരിക്കുക, ഞാനല്ലേ പറയുന്നേ, വേണ്ടത് എന്താണെന്നൊക്കെ എനിക്കറിയാം. കാട്ടൂര മാത്രമല്ല ഞാനും വാദിക്കും കോടതിയിൽ, അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇന്ദ്രൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തങ്ങ് പോയി. അമ്മ പ്രതീക്ഷയോടെ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പല്ലവിയും അതുപോലെ നമ്മുടെ സേതുവും കൂടെ വക്കീൽ ഓഫീസിൽ ചെന്നു. അപ്പോൾ എന്താണ് കാര്യമെന്ന് അറിയാൻ ഇവർ ചെന്നപ്പോൾ ഒന്നുകൂടി വിചാരണ നടത്തണമെന്ന് വന്ന് പറഞ്ഞ കാര്യം പറയാം. അപ്പോൾ ആ ഒരു ആവശ്യം സാധാരണ മേൽക്കോടതിയിൽ അംഗീകരിച്ച് തരാറുള്ളതല്ല. അപ്പോൾ സാധാരണ കീഴ്ക്കോടതിയിൽ നിന്ന് വന്ന കാര്യങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളാണ് മേൽക്കോടതി ചെയ്യാറ്. പക്ഷേ ഇതെന്തോ നേരെ തിരിഞ്ഞ് നമുക്ക് അനുകൂലമായി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് വക്കീലെ, ഇത്തവണ നമ്മൾ ജയിക്കുമെന്ന് പല്ലവി തന്നെ തറപ്പിച്ചു പറയാം. ഇപ്പം സാറുള്ളപ്പോൾ അത് സാധിക്കും എന്ന് നമ്മുടെ സേതു പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. ഇനി ഞങ്ങളുടെ കേസ് വാദിക്കുന്നത് ഞാനായിരിക്കില്ല എന്ന് ഈ വക്കീൽ പറയാം. അപ്പോൾ ഇവർ കേട്ടപ്പോൾ ആകെ ഒന്ന് പേടിച്ചു. നോക്കുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടെന്നും ഉടനെ അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം എന്ന് ഈ വക്കീൽ പറയാം. സർ, ഈ ഒരു അവസ്ഥയിൽ സാറില്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം ഞാനില്ലെന്ന് വെച്ചാൽ എന്താ, എന്നെക്കാളും കഴിവുള്ളൊരു വക്കീലിനെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് ഈ വക്കീൽ പറയാം. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അതാരാ? അപ്പോൾ അഡ്വക്കേറ്റ് ഊർമിള, അப்புறம் ക്രിമിനൽ ലോയർ ആണെന്നും മിടുക്കിയാണെന്നും നിങ്ങളൊന്ന് ചെന്ന് കണ്ടാൽ മതി, ബാക്കിയൊക്കെ ഊർമിള ചെയ്തോളും എന്നുള്ള കാര്യം ഈ വക്കീൽ പറയണം. അപ്പോൾ അവർക്കൊരു ടെൻഷൻ പോലെ, സാറ് തന്നെ മതിയായിരുന്നു, അപ്പോൾ പറ്റാത്തത് കൊണ്ടല്ലേ പല്ലവി, ഊർമിള മോശക്കാരിയാണെന്ന് നിങ്ങൾ കരുതണ്ട, കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും എന്ന് ഈ വക്കീൽ സേതുവിനോടും പല്ലവിയോടും പറയണം. അപ്പോൾ ശരിയെന്നും പറഞ്ഞു. അങ്ങനെ വക്കീലാണെങ്കിൽ ഇരിക്കുമ്പോൾ പൈസയൊക്കെ കൊടുക്കുവാണ് ഈ വക്കീലിന്. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോഴേക്കും താൻ ഈ ഒരു കേസ് അത് പേടിച്ചോളണം, കാരണം പല്ലവി തൻ്റെ ഭാഗ്യമാണെന്ന് ഈ വക്കീൽ നമ്മുടെ സേതുവിനോട് പറയുക. അപ്പോൾ അതെനിക്കും തോന്നാറുണ്ട് സാറെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സേതുവേട്ടനെ കിട്ടിയത് എൻ്റെയും ഭാഗ്യമാണ് സാറെന്ന് പല്ലവിയും പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരണം കേട്ടോ, എൻ്റെ വേഗം ഒരു ട്രീറ്റ് ഉണ്ടെന്നൊക്കെ ഈ വക്കീൽ ഇങ്ങനെ എന്നിട്ട് ഇവരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഇവർക്കും വലിയ ഹാപ്പിയായി. അങ്ങനെ അതെല്ലാം പറഞ്ഞ് സന്തോഷമായിട്ട് ഇവർ പോന്നു. അപ്പോൾ ശരി, നമുക്ക് അന്ന് കാണാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോയിരുന്നു. പിന്നെ കടൽ തീരത്തോടെ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ആ സമയത്ത് ഇന്ദ്രൻ ബൈക്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഇവരുടെ മുന്നിൽ ഒരു ഒറ്റ ചവിട്ടും ഒരു ഷോ ഓഫും കൂടി. അപ്പോഴത്തേക്കും ഇവരൊന്നും ഞെട്ടി, ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുമോ പല്ലവി. എന്നെ കണ്ടപ്പോൾ നിങ്ങൾ പേടിച്ചോ അല്ലേ എന്ന് ഇന്ദ്രനെ ഇവരോട് ചോദിച്ചു കേട്ടോ. പേടിക്കും, നിങ്ങൾ പേടിക്കുമെന്ന് എനിക്കറിയാം, പേടിക്കണമല്ലോ. പിന്നെ ഉണ്ടല്ലോ, നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്ദ്രനത് പല്ലവിക്ക് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ലഡു. അപ്പം ഈ സ്വീറ്റ് നീ കഴിക്കാൻ പറഞ്ഞു. പല്ലവി വാങ്ങിച്ചില്ല. സേതു ഇങ്ങനെ നോക്കി നിൽക്കാം. ഹൈക്കോടതിയിലെ കേസൊക്കെ ജയിച്ചതല്ലേ, അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും നിനക്ക് കാണത്തില്ലേ എന്ന് ചോദിച്ചു. കഴിക്കണം മോളെ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിക്ക് കൊടുക്കുമ്പോഴും സേതു ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുവാണ്. നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം, നിന്റെ സന്തോഷം എൻ്റെ സന്തോഷം, എൻ്റെ സന്തോഷം നിന്റെ സന്തോഷം, അങ്ങനെയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. ഇതാ കഴിക്കുക. പക്ഷെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, നിനക്ക് സന്തോഷമുണ്ട്, എനിക്കും സന്തോഷമുണ്ട്, നമുക്ക് സന്തോഷമില്ല. അതാണ് നമ്മുടെ ഇടയിലെ പ്രശ്നം അല്ലേ?
സാരമില്ല, അതൊക്കെ നമുക്ക് വരുത്താം. ഇപ്പം മോളിത് കഴിക്കാൻ പറഞ്ഞു. എനിക്കെങ്ങൊന്നും വേണ്ട എന്ന് പല്ലവി ഇന്ദ്രനോട് അന്നേരം പറഞ്ഞു. ദേ പെണ്ണേ, ഇപ്പോഴേ കഴിക്കാൻ പറ്റൂ കേട്ടോ. കുടുംബ കോടതിയിൽ പുനർവിചാരണയ്ക്ക് വരുമ്പം കോസക്കി കളയും ഇനിയാന്ന് ഞാൻ എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പല്ലവിയോട് പറയുക. കഴിഞ്ഞ തവണ നീ തോറ്റില്ലേ, അതിനേക്കാളും ദയനീയമായിട്ട് ഈ തവണയും നീ തോക്കും എന്ന് പറയുമ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞു പല്ലവി. കഴിഞ്ഞ തവണ എനിക്ക് എൻ്റെ വാദങ്ങളൊന്നും വേണ്ട വിധം അവതരിപ്പിക്കാൻ പറ്റിയില്ലെന്നും, പക്ഷേ ഇത്തവണ അത് അങ്ങനെയല്ല എന്നും പറഞ്ഞു. അപ്പൊ കേട്ടോ സേതു ഇവള് പറയുന്നത്. എന്തൊരു വാശിയാ കൂടുമ്പോഴേ ഇവളെ കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ ഇന്ദ്രൻ അങ്ങ് പറയണേ. കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ട് പല്ലവിക്ക്. പല്ലവി കൊലിപ്പിച്ചിങ്ങനെ നിൽക്കുന്നത്. പേടാ, നിന്റെ ബലത്തിലാടാ ഇവളീ തുള്ളുന്നത്. നിനക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ സേതു? അങ്ങനെ കിടന്ന് തുള്ളിയാലൊന്നും എന്നെ വീഴിക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ വീഴുന്നത് വരെ നിന്റെ ആത്മവിശ്വാസം നല്ലതാണ് നമ്മുടെ സേതു അന്നേരം പറഞ്ഞു. ആഹാ, കൂട്ടുകാരി പറയുമ്പോൾ കൂട്ടുകാരനും നൊന്തല്ലോ. കൂട്ടുകാരി ചാടിയാ കൂട്ടുകാരനും ചാടുമല്ലേ? അയ്യോ, കൂട്ടുകാരി ചാടിയ കൂട്ടുകാരനും ചാടും, കൂട്ടുകാരൻ ചാടിയ കൂട്ടുകാരിയും ചാടും. നല്ല രസമാട്ടോ നിങ്ങളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കാം. കാത്തിരുന്നു നീ. കുടുംബ കോടതി സീസൺ 2 അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ആദ്യത്തതിൻ്റെ ആവർത്തനം. അപ്പോൾ വണ്ടി എടുത്തോണ്ട് പോടാ, ഞങ്ങൾക്ക് പോകണമെന്ന് പല്ലവി പറയുമ്പം, അജോ മോളെ, ഞാൻ നിന്റെ ഭർത്താവാ, നീ അങ്ങനെ തന്നെ വിളിക്കരുത്. എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറുന്നത് ശരിയല്ല കേട്ടോ. ജീവിച്ചു പോയിക്കോട്ടെ ഈ പാവം ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്ത് കാണിക്കുമ്പോഴത്തേക്കും പല്ലവിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടുക, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കുക. കാണാട്ടാ നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് പോയി. കോടതിയിലെ കാണാട്ടാ, പൊട്ടെ കൂട്ടുകാരാ പൊട്ടിടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇന്ദ്രൻ അങ്ങ് പോയി. നാശം, അയാൾക്ക് വരാൻ കണ്ട നേരം മൂട് മുഴുവനും പോയെന്ന് പറഞ്ഞു പല്ലവി പറഞ്ഞപ്പം അതൊക്കെ വിട്ട് കളപ്പല്ലവി. ഒരു മനോരോഗി വന്ന് എന്തൊക്കെയോ പറഞ്ഞു, അങ്ങനെ അതിനങ്ങ് കരുതിയാൽ മതി എന്ന് സേതു പല്ലവിയോട് പറയുവാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കോടതി, രണ്ട് പുതിയതായിട്ട് ഹരിയും അച്ചുവും തുടങ്ങാൻ പോകുന്ന ഷോപ്പ്. പറഞ്ഞതുപോലെ അതിൻ്റെ ഉദ്ഘാടനമാണല്ലോ, ഞാനതങ്ങ് വിട്ടുപോയെന്ന് പറഞ്ഞു. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോവുക. ഈ സമയത്താണെങ്കിൽ ഇന്ദ്രന് പോയില്ലായിരുന്നു. ഇന്ദ്രൻ അവിടെ കാത്തു നിൽപ്പുണ്ട്. ഈ സമയത്ത് അവിടെ അച്ചുവിൻ്റെയും ഹരിയുടെയും ആ ഒരു ചെറിയ സംരംഭത്തിന് തുടക്കമായി. പൂർണിമയും ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി എല്ലാവരും എത്തിയെങ്കിൽ നമുക്ക് തിരികെ എത്തിക്കായിരുന്നു എന്ന് പൂർണിമ പറഞ്ഞു. അപ്പോൾ അമ്മയാണ് ആദ്യം വിളക്ക് കൊളുത്തേണ്ടതെന്ന് അച്ചു പറഞ്ഞപ്പം ഞാൻ വേണ്ട, സേതുവും പല്ലവിയും മതി എന്ന് പൂർണിമ അങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവർ വല്ലാതെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഇത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവർക്കാണ് അതിനുള്ള യോഗ്യത. ഞാൻ രണ്ടാമത് കത്തിച്ചോളാം എന്ന് പറഞ്ഞു പൂർണിമ. അപ്പോൾ എന്നപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ വിളക്ക് കത്തിക്കുന്നു. പിന്നെ ഋതിക എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാനവിടെ ഉണ്ട് എന്നും പറഞ്ഞു ഋതിക ഒരുമാതിരി പുച്ഛഭാവത്തോടു കൂടി അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോൾ ദേ വന്ന് തിരി കത്തിക്കാൻ പറഞ്ഞു അച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ ഋതിക ഇവരെ കളിയാക്കുന്നു. എൻ്റെ സ്ഥാപനത്തിന് ബദലായി തുടങ്ങുന്ന ഒരു സ്ഥാപനമായത്, അതിന് ഞാനെന്തിനെ തിരി കത്തിച്ച് ആശംസയൊക്കെ നേരുന്നത് എന്ന് ഋതിക കുശുമ്പ് ചിന്തിക്കുക. അങ്ങനെ ഇവരോട് ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മനസ്സിലെ കുശുമ്പാന്ന് എല്ലാവർക്കും മനസ്സിലായി. അച്ഛൻ്റെ ഫോട്ടോ വെച്ചത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പോരാത്തതിന് മാധവൻ നൈറ്റീസ് എന്നുള്ളൊരു പേരും എൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എനിക്ക് സൗകര്യമില്ല വിളക്ക് കൊളുത്താനെന്നും പറഞ്ഞ് ഋതിക ഇങ്ങനെ അഹങ്കാരം തന്നെ കാണിക്കുകയും പറയുകയും ചെയ്യുന്നു. അതൊന്നും ആർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പന്തല് പണിക്കാരനും അങ്ങേരുടെ ഭാര്യയും കൂടി സ്വയം അങ്ങ് കൊളുത്തിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഈ ഋതിക എന്ന് പറയണം നന്ദി കേട്ടവള് പറയുക. എന്താ ഋതു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു നല്ല കാര്യം നടക്കുമ്പോഴെങ്കിലും നിനക്കൊന്ന് മിണ്ടാതിരുന്നൂടെ എന്ന് പൂർണിമ ചോദിച്ചു. അപ്പം അമ്മയ്ക്കിത് നല്ല കാര്യം, എനിക്കിത് നല്ല കാര്യമല്ല എന്ന് പറഞ്ഞു. എടി എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ചെന്നപ്പോൾ അമ്മ ഇതിൽ തർക്കിക്കാൻ പോവണ്ടാമേ, മാധവൻ നൈറ്റീസ് വളർന്നു വലിയൊരു സ്ഥാപനമാകുമെന്ന് ഋതുവിന് ശരിക്കും പേടിയുണ്ടെന്ന് നമ്മുടെ പല്ലവി അന്നേരം അവിടെ നിന്നിങ്ങനെ പറഞ്ഞു. പോരാത്തതിന് പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ തലപ്പത്തിരുന്ന് ഭരിക്കുന്നത് ഋതു തന്നെയാണല്ലോ എന്നും പല്ലവി ഇങ്ങനെ എന്ന് പറയാം. സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് പേടിയുള്ളതൊക്കെ സ്വാഭാവികമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ മാധവൻ നൈറ്റീസ് വളരാൻ പോകുന്നു, അങ്ങനെ എങ്ങാനും സംഭവിച്ച തിരുപ്പതി പോയി ഞാൻ മൊട്ടയടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഋതിക പറയുവാണ്. അപ്പം അത് കേട്ടപ്പം അയ്യോ അതൊന്നും വേണ്ട, എന്തിനാ വെറുതെ ഭംഗിയുള്ള തലമുടിയൊക്കെ വെട്ടിക്കളയുന്നതെന്ന് പല്ലവി വീണ്ടും ചോദിച്ചു. കട്ടയ്ക്ക് പല്ലവി ഋതികയുടെ അടുത്ത് നിൽക്കുക. അപ്പം അത് സംസാരിച്ചത് വഴക്കൊന്നും വേണ്ടെന്നും ബാക്കി തിരി കൊളുത്തിയും ചടങ്ങ് അവസാനിപ്പിക്കാൻ നോക്കാം നമുക്കെന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ പറയണം. ആ സമയത്ത് നമ്മുടെ അച്ചു ചെന്ന് ബേബിയെ വിളിച്ചുകൊണ്ട് വന്നു. ബേബി ചേച്ചിയെ കൊണ്ട് തിരി കൊളുത്തിക്കുക. അങ്ങനെ ഋതികയെ വെറും കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു നമ്മുടെ അച്ചു. അപ്പോൾ ഹരിയോടും അതുപോലെ തിരി കൊളുത്താൻ പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഹരിയും അച്ചുവും കൂടെ തിരി കൊളുത്തുന്നു. അങ്ങനെ എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു.
അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹരിയുടെ കയ്യിലേക്ക് സേതു ഇങ്ങനെ എടുത്ത് താക്കോല് കൊടുക്കുക. താക്കോല് കൊടുത്തപ്പോൾ ഇതെന്താ സേതു ഏട്ടാന്ന് ചോദിച്ചു. നിനക്കിത് കണ്ടിട്ട് മനസ്സിലായില്ലേ? എടാ ഇത് താക്കോല്, ഓട്ടോയുടെ താക്കോലാണെന്ന് പറഞ്ഞു. ഒരു അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കാര്യം സേതു ചെയ്യുമെന്ന്. ഓ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഋതുകയ്ക്ക് ഭയങ്കര അഹങ്കാരം ആയതുകൊണ്ട് ഋതുക ഭയങ്കര പുച്ഛത്തോടെ എല്ലാവരെയും കാണുന്നത്. അങ്ങനെ സേതു ആ താക്കോല് ഹരിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ ഹരിയുടെ കണ്ണ് നിറഞ്ഞു. സെക്കൻഡ് ഹാൻഡ് ആടാ, നൈറ്റ് കൊണ്ടുപോയി കൊടുക്കാൻ എന്തായാലും ഒരു വണ്ടി വേണ്ടേടാ, അതിനു വേണ്ടി വാങ്ങിയതാണെന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അച്ചുവിൻ്റെയും കണ്ണ് നിറഞ്ഞു, പൂർണിമയുടെയും കണ്ണ് നിറഞ്ഞു. അവർക്കൊക്കെ മനസ്സിൽ സന്തോഷവും നന്മയും നിറഞ്ഞുള്ളൊരു നിമിഷം. അങ്ങനെ നിൽക്കുമ്പോൾ ഹരിയുടെ കണ്ണ് നിറഞ്ഞു കണ്ടിട്ട് എടാ നിൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് ചോദിച്ചു സേതു. എന്താ അച്ചു ഇത്, എന്താ ഇവങ്ങനെ തൊട്ടാവാടിയെ പോലെ പെരുമാറുന്നേ എന്നൊക്കെ ഇങ്ങനെ സേതു ചോദിക്കുക. അപ്പോഴേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഋതുക്ക നിൽക്കുക. ഋതുക്ക് അതൊക്കെ ഒരു നാണക്കേട്. അപ്പോൾ അച്ചുവിനെ നോക്കിയപ്പോൾ അച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ആഹാ നിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണല്ലോ എന്ന് സേതു. സന്തോഷം കൊണ്ടാണ്, വല്യേട്ടൻ്റെ ഈ സ്നേഹം അത് കണ്ടുള്ള സന്തോഷം കൊണ്ടാണെന്ന് പറഞ്ഞു അച്ചു. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും അവരുടെ ലൈഫ് സെറ്റിലാകും എന്നുള്ള കാര്യം ഋതുക എന്ന് പറയുന്ന പൂതനയ്ക്ക് മനസ്സിലായി. അവൾക്കൊരു പേടിയും ഇതൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.